സാലി ചേരുന്നുണ്ട്. സാലി, ഏറ്റവും പുതിയ വിവരങ്ങൾ. തിരിമറി നടന്നുവെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. 2019 കൊണ്ടുവന്നത് സ്വർണ്ണപാളിയാണ്, പിന്നീട് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് എങ്ങനെ? സാലി ചേരുന്നുണ്ട്. സാലി, ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു തിരിമറി നടന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കേസെടുക്കാൻ ഉത്തരവിട്ടു കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും എങ്ങനെയാണ് SIT പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കോടതി ഇപ്പോൾ വളരെ വിശദമായി ഒരു ഇടക്കാല ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന് 6 ആഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. 2 ആഴ്ചയിലൊരിക്കൽ ദേവസ്വം ബെഞ്ചിന് കോടതി ഇടക്കാല റിപ്പോർട്ടുകൾ സമർപ്പിക്കണം. കൃത്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. SIT മറ്റാർക്കും വിവരങ്ങൾ കൈമാറേണ്ടതില്ല. ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൽ മാത്രമേ റിപ്പോർട്ട് കൈമാറേണ്ടതുള്ളൂ. കടുത്ത വിമർശനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ചില ദേവസ്വം ഉദ്യോഗസ്ഥർക്കുമെതിരെ കോടതി നടത്തുന്നുണ്ട്. 2019 കൊണ്ടുവന്നത് സ്വർണ്ണപ്പാളിയാണ്, അത് പിന്നീട് എങ്ങനെയാണ് ചെമ്പുപാളി എന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത്? ദേവസ്വം കമ്മീഷണറേക്ക് ഇത്തരം തീരുമാനങ്ങൾ സംശയകരം എന്നുള്ളതാണ്. അടിമുടി ദുരൂഹത എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. തിരിമറി നടന്നു എന്ന ഒരു ഘട്ടത്തിൽ കോടതി പറയുന്നതും കേട്ടു. ഏതായാലും 2019 കൊണ്ടുവന്ന സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി മുന്നോട്ട് പോയി എന്നതിലടക്കം അന്വേഷണം വേണം എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കുറെ കക്ഷികളുടെ പേരും കോടതി വായിച്ചിട്ടുണ്ട്. അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. ഈ ചെമ്പിൽ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനമുണ്ട്. അവർ ശരിയായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചില്ല. മിച്ചം വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും മടക്കി നൽകിയത് എങ്ങനെയാണ് എന്നടക്കം കുറെ ചോദ്യങ്ങൾ ദേവസ്വം ബെഞ്ച് ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. SIT 6 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. 2 ആഴ്ചയിലൊരിക്കൽ ഇടക്കാല റിപ്പോർട്ട് നൽകണം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. SIT ഹൈക്കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. മറ്റൊരു ഏജൻസിക്കും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറേണ്ടതില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സാലി, ഇതിനകത്ത് സാലി പറഞ്ഞതിൽ കൂടി ചില വ്യക്തതകൾ കൂടി വരുത്തേണ്ടത്, ഈ കോടതി ചില പേരുകൾ പരാമർശിച്ചു എന്ന് പറയുന്നതിൽ അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ടോ, ദേവസ്വം കമ്മീഷനുണ്ടോ, അന്നത്തെ ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ നിലവിൽ? ദേവസ്വം ബെഞ്ച് ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ, ഒപ്പം തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണം പൂശിയ ഏജൻസിയായ കമ്പനിയായ സ്മാർട്ട് ക്രിയേഷൻ, അങ്ങനെ കുറെ സ്ഥാപനങ്ങളുടെ പേര്, ഒരു 6-7 സ്ഥാപനങ്ങളുടെ പേര് ഓപ്പൺ കോർട്ടിൽ വായിച്ചിട്ടുണ്ട്. അതിന് പട്ടിക പുറത്തു വന്നാൽ മാത്രമേ ഉറപ്പിച്ച് ഏതൊക്കെ ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ടെന്ന് പറയാൻ കഴിയൂ. ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ കോടതി പറയുകയും കോടതിയിൽ AO മുരാരി ബാബു, കുമാർ അടക്കം കുറെ പേരുകൾ കോടതിയിൽ വായിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ തസ്തിക ഏതാണ് എന്നതടക്കം പരിശോധിച്ചാൽ മാത്രമേ പൂർണ്ണമായി വ്യക്തതയോടെ പറയാൻ കഴിയൂ. അത് ഇടക്കാല ഉത്തരവ് വായിച്ച് പൂർത്തിയായതിനു ശേഷം കോടതി വ്യക്തതയോടെ പറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നൽകാം. ഏതായാലും വിശദമായ അന്വേഷണത്തിനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസ് എടുത്ത് അന്വേഷിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. അന്വേഷണം പൂർത്തിയാക്കാൻ സമയം നൽകിയിട്ടുണ്ട്. 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. രേഖകളെല്ലാം, ഈ റിപ്പോർട്ട് അടക്കമുള്ള എല്ലാ രേഖകളും ഇതിനകത്ത് ഈ കോടതി പറഞ്ഞിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം 2019 ശബരിമലയിൽ നിന്ന് കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളി തന്നെയാണ്. അത് പിന്നെ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തപ്പെട്ടത് എങ്ങനെയാണ്? മുരാരി ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകളെ കുറിച്ച്, മുരാരി ബാബു ആണല്ലോ ഇത് ചെമ്പുപാളി എന്ന് എഴുതി കൊടുത്തത്. മുരാരി ബാബുവിനൊപ്പം ഉണ്ടായിരുന്നവരാരൊക്കെ? അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ ദേവസ്വം കമ്മീഷൻ ഇടപെടാതിരുന്നത് എന്തുകൊണ്ട്? മറ്റുദ്യോഗസ്ഥർ ആരൊക്കെ? അതായത് വലിയ തരത്തിലുള്ള ഒരു നെക്സസ്, ഒരു കള്ളക്കൂട്ടം ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇടനിലക്കാരന് വലിയ റോളുണ്ട്, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് റോളുണ്ട്. ഒരുപക്ഷേ ഹൈക്കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് തന്നെ നടന്നത് കൊള്ളയാണ്, മോഷണമാണ്, ദുരൂഹത തന്നെയാണ്, കേസെടുത്ത് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ഹൈക്കോടതിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ശബരിമല. അവിടെ സർക്കാരിന് പോലും ഇടപെടാൻ സ്വാതന്ത്ര്യമില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണം നടക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു ആരാധനാലയത്തിൽ, ഒരു വിശ്വാസ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുമ്പോൾ ഹൈക്കോടതിക്ക് പോലും കൈയൊഴിയാൻ കഴിയുന്നതല്ല. അതിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2019 കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളി തന്നെ. അത് ചെമ്പുപാളി ആക്കിയത് ആരാണ്? ഇതാണ് അന്വേഷിക്കേണ്ടത്. ആ പാളി കൊള്ള കടത്തിയത് ആരാണ്? അതാണ് അന്വേഷിക്കേണ്ടത്. ഹൈക്കോടതി അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും കോടതി കൃത്യമായി ഇതിൽ തിരിമറി നടന്നു എന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കോടതി ഓപ്പൺ കോർട്ടിൽ വായിച്ചു. അവർ 2 ജഡ്ജിമാരും ചേർന്ന് വായിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവിലേക്ക് പോയത്. ആ ഇടക്കാല ഉത്തരവിൽ കർശനമായ നിർദ്ദേശങ്ങളുണ്ട്, വിലയിരുത്തലുകളുണ്ട്. ആ വിലയിരുത്തലുകൾ എന്ന് പറയുന്നത് കൃത്രിമം നടന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2019
അവിടെ കൊണ്ടുവന്നതും സ്ഥാപിച്ചതും സ്വർണ്ണപ്പാളിയാണ്, പിന്നീട് അത് ചെമ്പുപാളിയായി രേഖപ്പെടുത്തുകയായിരുന്നു എന്ന് കോടതി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ അന്വേഷണം വേണം. അതിൽ യഥാർത്ഥത്തിൽ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, ദുരൂഹതയുണ്ട്, തിരിമറി നടന്നു. ആ തിരിമറിയെ കുറിച്ച് കോടതി അന്വേഷിക്കാൻ SITയോട് പറഞ്ഞു. SITയോട് പറഞ്ഞിരിക്കുന്നത് 6 ആഴ്ച സമയമുണ്ട്. 6 ആഴ്ചയ്ക്ക് നിങ്ങൾ അന്വേഷണം വിവരം കോടതിയെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഇടക്കാല ഉത്തരവായി സമർപ്പിക്കണം. ഈ രേഖകളെല്ലാം രജിസ്ട്രിക്ക് ഹൈക്കോടതി രജിസ്ട്രിക്ക് കൈമാറണം. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി, അന്വേഷണ ഉദ്യോഗസ്ഥർ, SIT ഇവരാരും ഈ അന്വേഷണത്തെ സംബന്ധിച്ചോ അവരെ ചോദ്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചോ അവരുടെ വിവരങ്ങൾ സംബന്ധിച്ചോ ഒരാൾ പോലും മാധ്യമങ്ങളോട് സംസാരിക്കരുത്. ഒരു വിവരവും പുറത്തു പോകരുത്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നേരിട്ടുള്ള നിയന്ത്രണമായിരിക്കും ഇതിലുണ്ടാവുക എന്ന് അസന്നിഗ്ധമായി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചില ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ആ വലിയ തട്ടിപ്പിൽ ഹൈക്കോടതി കൃത്യമായ ഇടപെടലിലേക്ക് നടത്തിയിരിക്കുന്നു. ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കുന്നു. അന്വേഷണത്തിന് വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. എങ്ങനെ അന്വേഷിക്കണം, എവിടം വരെ അന്വേഷിക്കണം. ശരി സാലി.